ഇവിടെ ഒരു ദിവസത്തിന് റൂമിന് 5000 രൂപ വരും. അപ്പോഴാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിക്കാൻ വേണ്ടിട്ട് 5000 രൂപ കൊടുത്ത് നിൽക്കുന്നത്? അത് ഒരിക്കലും നടക്കാൻ പോകുന്നത്. കുറെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കും, ചേട്ടാ പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ അത്രയും തൊണ്ട് പൈസ തരാനില്ലാത്തോണ്ടാണ് ഞങ്ങൾ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ പറയും, ഓ കുറെ കാലത്തിന് ശേഷം എന്നോട് ഒരാൾ ഇങ്ങനെ സ്നേഹത്തിൽ ചോദിക്കുന്നത്, അപ്പൊ എന്റെ സഹോദരി എനിക്ക് എന്നെ നിരസിക്കാൻ കഴിയുക? എന്തായാലും ഞാൻ ആലോചിച്ചോട്ടെ. ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ പറഞ്ഞ മറ്റത്തിൽ ഒതുങ്ങുന്ന സ്ഥലം, പക്ഷേ അത് ടൗണിനടുത്താണെന്ന് പറയും. അപ്പൊ അശോക് പറയും, ടൗണിനടുത്താണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആശ നീ എഴുതുന്നുണ്ടോ, നമുക്ക് പോവാം, ഇവിടെ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് അശോക് അവിടെ നിന്ന് പോകും. ആശയാണെങ്കിൽ അശോകിന്റെ പിറകെ പോകും. അപ്പോൾ അയാളിങ്ങനെ പറയും, എന്തായാലും ആ റൂമിൽ ഇവർക്ക് 2 കൂടുതൽ ദിവസം നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവരെ കൊണ്ട് ആ റൂം എങ്ങനെയല്ലേ എടുപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ആയിരിക്കും ലാഭം എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് ഭരതിനെയാണ്. ഭരത് ഓഫീസിൽ ഇങ്ങനെ അശോകിന്റെ അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരാൾ വരുന്നത്. സാർ എന്തിനാ വിളിച്ചത്? നാളെ മുതൽ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഫയൽസും പ്രൊജക്റ്റ് ഒക്കെ ടേബിളിന്റെ മോളിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ പറഞ്ഞേക്കും. പിന്നീട് വേറെ ഒരാൾ അങ്ങോട്ട് വരും. സാർ ഇത് നമുക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ എനിക്ക് സൈൻ വേണമെന്ന് പറയും. അപ്പൊ വെറുതെ പറയും, അതിനെന്താ ഞാൻ സൈൻ ചെയ്യാലോ? അപ്പൊ അയാൾ പറയും, പക്ഷേ സാർ ഇത് സാറിന്റെ സൈൻ അല്ല വേണ്ടത്, ഐ എം സോറി, നിരഞ്ജൻ സാറിന്റെ സൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ പറ്റുമെന്ന് പറയും. അപ്പൊ ഭരത് പറയും, ഞാൻ നിരഞ്ജൻ സാറിന്റെ സ്ഥാനത്ത് തന്നെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. സോറി സാർ, ഇതിൽ ഒന്നെങ്കിൽ അശോക് സാറിൻ്റെതോ അല്ലെങ്കിൽ നിരഞ്ജൻ സാറിന്റെ സൈന് വേണം, അവർക്ക് മാത്രമേ സൈനിങ് അതോറിറ്റി ഉള്ളൂ, സാറിനില്ല എന്ന് പറയും. അപ്പൊ ഭരതിന് വേണ്ടി ആ ദേഷ്യം പിടിക്കും. അങ്ങനെ ഭരത് പറയും, സാരമില്ല, എന്നാൽ നിങ്ങൾ ഈ പേപ്പർ ഇവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറയും. അങ്ങനെ അയാൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ ഭരത് ഇങ്ങനെ ആലോചിക്കും, എന്തായാലും ഈ സൈനിങ് അതോറിറ്റി എനിക്ക് നേടിയെടുക്കണം, അശോകിന്റെ എല്ലാ സ്റ്റാറ്റസും ഇനി എന്റേതായിരിക്കണം എന്നിങ്ങനെ ഭരത്. പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ്. ഒരുപാട് ആളെ പറഞ്ഞു നോക്കും, അശോക് നമുക്ക് വീടൊന്നും കണ്ടെങ്കിൽ നോക്കാം, നമുക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചു പോകാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ അശോക് പറയും, ഇത് മുംബൈ ആണ്, ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും, നമ്മളെന്തിനാ ഈ നഗരത്തിൽ തന്നെ പോയി നിൽക്കുന്നത്, നമുക്ക് വേറെ നല്ല സ്ഥലം നോക്കി പോകാന്നൊക്കെ പറയും. അപ്പൊ പറയും, അതന്നെ ഞാനും പറയുന്നത്, മുംബൈ ആണ്, ഇവിടെ ആരും നമുക്ക് ഈ 5000 രൂപയ്ക്ക് റൂം തരുന്നത്, നമുക്കൊന്ന് കണ്ടു നോക്കാന്നൊക്കെ പറയും. അപ്പോഴാണ് ആശയുടെ ഫോൺ ഇങ്ങിയത്, അമ്മയായിരിക്കും. അപ്പൊ എടുത്ത് സംസാരിക്കുമ്പോൾ അമ്മ പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടേക്കായി പോയിരിക്കുന്നത്? ഞാൻ അഞ്ജനേച്ചിയുടെ അടുത്ത് പോയിരുന്നു, അപ്പൊ അവരാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇല്ലാന്ന്. അതമ്മേ, ഞങ്ങൾ മുംബൈയിലേക്ക് പോയതാ, ഞങ്ങൾ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പം അമ്മ പറയും, മോളെ നീ ഒന്നും മടിക്കണ്ട, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല, പിന്നെ അച്ഛൻ അറിയുന്ന ഫ്രണ്ട്സ് എല്ലാം മുംബൈയിൽ ഉണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ആശ പറയും, സാരല്ല അമ്മേ, ഞാൻ എന്തിനുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിളിക്കുക, ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞങ്ങൾ വീട് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ആശ ഫോൺ കട്ടെ. അങ്ങനെ ആശ അശോകിനെ കൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറി പോകും. പിന്നീട് കാണിക്കുന്നത് കാലന്തിയാണ്. കാലന്തി ഇങ്ങനെ പറയും, എന്റെയാണ് നമ്മുടെ മോളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ പറയുമ്പോഴായിരിക്കും അവിടെ കോളിംഗ് ബിൽ അടിക്കരുത്. അപ്പോൾ കാലന്തി പോയി വാർത്ത തുറന്നു നോക്കുമ്പോൾ അത് അൻകുഷായിരിക്കും. അൻകുഷ് പറയും, ഹലോ മാതേ, എങ്ങനെയുണ്ട്, സുഖല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണണ്ട, നിങ്ങൾക്ക് ഒരു മാലയാണെന്ന് പറയും. അപ്പം കാലന്തി നോക്കി പറയും, അതാ ഈ കഴുത്തി കിടക്കുന്ന മാലയല്ല, വേറൊരു മാലയാണെന്ന് പറഞ്ഞിട്ട് അൻകുഷ് കല്യാണം കഴിച്ചോണ്ട് വന്ന ആ പെണ്ണിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവരുടെ പേരാണ് മാല എന്ന് പറയുന്നത്. അങ്ങനെ അൻകുഷ് കല്യാണം കഴിച്ച് അവിടെ മുന്നിൽ ഇങ്ങനെ നിൽക്കായിരിക്കും. നോക്കു മാല, ഇതാണ് നിന്റെ അമ്മായിമ്മ, ആ പിന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഓൾഡ് ലേഡി. ഓ ഇതാണല്ലേ അപ്പൊ നീ പറയാറുള്ള ആ സ്വന്തം പ്രിയപ്പെട്ട അമ്മ? അതെ അതെ, നീ ആള് കൊള്ളാലോ. ഇത് നിന്റെ കണ്ണാണോ അതോ വല്ല എക്സ്റേ മെഷീനാണോ? നീ പറഞ്ഞ ശരി തന്നെ, ഇത് തന്നെയാണ് എന്റെ ആ പ്രിയപ്പെട്ട അമ്മ. അതെന്താന്ന് വെച്ചാലേ, എനിക്ക് കുറെ വർഷങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയ അമ്മയാ, ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പഴാ കണ്ടുമുട്ടുന്നെന്ന് പറയും. അപ്പം മാല പറയും, ഓ ദാറ്റ്സ് സോ സ്വീറ്റ്. നമ്മുടെ അൻകുഷിനെ പോലെ തന്നെയാണ്, രണ്ടുപേരും ലൂസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അൻകുഷി പറയും, അല്ല നിങ്ങൾ എന്താ ഈ മരുമകളൊക്കെ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, വലിയ ചടങ്ങൊക്കെ ചെയ്യുന്ന ആളല്ലേ, ഇത്ര നേരിട്ട് നിങ്ങൾ എന്താ മരുമകളെ കൊണ്ട് ഗൃഹപ്രവേശന ചടങ്ങൊന്നും ചെയ്യിപ്പിക്കാത്തത്? അതേറ്റ് കാലിന്റെ അജ്യം കൂടി അതിനുള്ള ചടങ്ങൊക്കെ നോക്കിയായിരിക്കും. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അവളിങ്ങനെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി വലതുകാൽ വെച്ച് പ്രവേശിക്കില്ലേ, അതിനുവേണ്ടി നമ്മുടെ ഒരു കുടത്തിൽ അരി വെച്ച് ഇങ്ങനെ കമഴ്ത്താറാണ് ചെയ്യാറ്. അപ്പം അതിങ്ങനെ ചെയ്യിപ്പിക്കുകയായിരിക്കും. അങ്ങനെ ആ ഒരു കുടത്തിൽ അരി വെച്ച് ഇങ്ങനെ മെല്ലെ ചവിട്ടാൻ പറയും നമ്മുടെ അജ്ജു. അപ്പൊ അത് കേട്ടിട്ട് ഇവളാണെങ്കിൽ ഫുട്ബോൾ ചവിട്ടുന്ന കണക്ക് ആ ഒരു അരി എല്ലാം കൂടി ഒറ്റ ചവിട്ടിനും തെറിപ്പിച്ച് കളയാണ്. ഇത് കണ്ട് നമ്മുടെ അൻകുഷ് ആണെങ്കിൽ ഒരുപാട് ഇംപ്രസ് ആയിട്ടുണ്ട്. അതിൽ കണ്ട് ഇങ്ങനെ ഒച്ച വെക്കുകയാണ്, വാവ് ഗുഡ് ഷോട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് പറ്റിയ ടൈപ്പാ അല്ലേ അമ്മേ? അപ്പൊ ഭാര്യ എഴുതി ഉള്ളിലേക്ക് കയറിക്കൊന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വെൽക്കം ചെയ്യും. അപ്പോ കറിഞ്ഞ് ചോദിക്കും, അൻകുഷ് നീ ഇങ്ങനെ കല്യാണം കഴിച്ച കാര്യം എന്താ ഞങ്ങളോട് നേരത്തെ പറഞ്ഞത്? അത് ഞാനെങ്ങനെ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്റെ പൈസ എല്ലാം തട്ടിയെടുത്തപ്പോ തന്നെ ഇവൻ എന്നെ വിട്ടു പോയി. അതോടെ തന്നെ എനിക്കിപ്പോ അവളെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുവരേണ്ടി വന്നു. എന്താന്ന് വെച്ചാ നിങ്ങൾ എന്നെ ഏതവസ്ഥയിലാണ് പെരുവഴി ഇറക്കി വിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു തണലായിട്ട് ഒരാൾ വേണ്ടേ, അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയുടെ സഹായം വീണ്ടും തേടേണ്ടി വന്നു. അതുമല്ല
നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വളരെയധികം നന്നായി സൂക്ഷിച്ച് നന്നായി കൊണ്ടെടുക്കുന്ന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഇനി ഒരാളെ കൂടി ഉണ്ട്, അതിന്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് അവരോടൊന്ന് എനിക്ക് കയറി പോകും. പിന്നീട് കാണിക്കുന്ന നിരഞ്ജനയാണ്. നിരഞ്ജന അശോകിന്റെ ഫോട്ടോ നോക്കി ഓർന്ന് തന്നെ സംസാരിക്കുകയായിരിക്കും. എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനും ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഓഫീസിൽ ഒരു കോൾ വരുന്നത്. അത് എടുത്ത വഴിക്ക് തന്നെ അച്ഛൻ പറയും, ഓഫീസിൽ നിന്ന് കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ അശോകനോട് ചോദിച്ചാൽ മതി പിന്നെ പറയാൻ വരുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആ പേര് മാറ്റിയിട്ട് അച്ഛൻ പറയും, അല്ല ഭരതനോട് ചോദിച്ചാൽ മതി, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ ആ കോൾ കട്ട് ചെയ്യും. അപ്പോഴാണ് ഭരത് അങ്ങോട്ട് വരുന്നത്. ഭരതോട് കാര്യമൊക്കെ പറയും, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഉണ്ടായിരുന്നു, അതിനുള്ള കാര്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി അതിൽ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സൈനിങ് അതോറിറ്റി ഉള്ളത് അച്ഛനും അശോകിനും മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പൊ നിരഞ്ജൻ പറയും, ആ മോനെ നീ വിഷമിക്കണ്ട, ഞാൻ തന്നെ രാകേഷിനോട് പറഞ്ഞിട്ട് ആ സൈനിങ് അതോറിറ്റി നിന്റെ പേരിലും കൂടി ആക്കാം, എനിക്ക് എന്നോട് ചോദിക്കാതെ തന്നെ എല്ലാ തീരുമാനവും ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയും പിന്നെ എന്നൊക്കെ പറഞ്ഞ് അച്ഛന് ആ കാര്യത്തിൽ സമ്മതിക്കും. അങ്ങനെ ഭരതാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടുന്ന് ശരിച്ചാ അതെങ്കിൽ പറഞ്ഞാൽ ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭരത് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ആശയ അശോകിനെയാണ്. അവർ രണ്ടുപേരും കൂടി റൂം നോക്കാൻ വന്നിരിക്കുകയായിരിക്കും. അങ്ങനെ ആ സ്ഥലം കാണുമ്പോൾ തന്നെ അശോക് പറയും, എന്താ ഇത്, എവിടെയാണോ താമസിക്കാൻ പോകുന്നത്, ഇവിടേക്ക് എങ്ങനെ ജീവിക്കുക? അപ്പൊ അയാൾ പറയും, നിങ്ങൾ പേടിക്കണ്ട, അതിന് നിങ്ങൾ ഇവിടെയല്ല താമസിക്കുന്നത്, അതായത് നിങ്ങൾ ഇവിടെ തന്നെയാണ്, പക്ഷെ എന്താ ആ സൈഡിലാണെന്നൊക്കെ പറയും. അപ്പോൾ അശ്വിനോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ ഒരു പകുതി ഭാഗത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷേ ഇതിന്റെ ബാക്കി ഭാഗത്ത് നിങ്ങൾ താമസിക്കാൻ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല ശാന്തവും നല്ല സ്വഭാവമുള്ള ആൾക്കാരൊക്കെയാണ്, നിങ്ങൾ നടന്നോളൂ എന്ന് പറയും. അങ്ങനെ അവരതും പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴായിരിക്കും മേലേന്ന് ഒന്നാമൊക്കെ ചപ്പച്ചവർ ഇങ്ങനെ ഇടുന്നത്. അപ്പൊ അശോക് ചോദിക്കും, എന്താ നീ അത് കാണുന്നില്ലേ ചോദിക്കും. അപ്പൊ ആ ചേച്ചി പറയും, അല്ല ഇവിടെ ഞാൻ അടിച്ചു തരാൻ നിങ്ങൾ കാണുന്നില്ലേ, ഒന്ന് മാറിനോടെ. അപ്പൊ ആശു പറയും, അശോക് പ്ലീസ് വേണ്ട, നമ്മളിവിടെ റൂം കാണാൻ വന്നല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കുകയായിരിക്കും. അങ്ങനെ അവർ ഉള്ളിലേക്ക് നടക്കുമ്പോഴായിരിക്കും ആ വീടിന്റെ മുകളിലൊരു ചേട്ടൻ എന്നിട്ട് പറയുന്നത്, എടാ ചൗക്കി, നീ വീണ്ടും വാടക ആൾക്കാരെ കൊണ്ടതല്ലേ, ഇവർക്ക് ഇവിടെ അതിജീവിക്കാൻ പറ്റുമോടാ? അപ്പൊ അയാൾ പറയും, എടാ ഒന്ന് പോകുന്നുണ്ടോ, നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാ പോരെ, എന്റെ കാര്യത്തിനാണ് ഇവിടെ നിൽക്കുന്നത്, പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്ത പറയും. എന്നിട്ട് അശ്വതിയോട് പറയും, നിങ്ങൾ ഇതൊന്നും എന്നെ പേടിക്കണ്ട, അയാൾക്ക് അയാൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടാ മതി, ഞാൻ എനിക്ക് വീട് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും അശോകിനെ അശോക് കൊണ്ടുപോയിരിക്കും. അങ്ങനെ അശോക് അതും കേട്ട് നേരെ ചവിട്ടുന്നത് ഒരു ചാണകത്തിലേക്കായിരിക്കും. അങ്ങനെ അത് കണ്ട് അശോകിന്റെ മൂഡ് ആകെ പോവും. അന്നപ്പോ മുതലേ ഓരോ തലവേദനയാണ്. അങ്ങനെ ഇതും കൂടെ അശോകിനെ ആകെ ചടക്കുകയാണ്. അങ്ങനെ അശോക് ആ ചാണകം ആ കാലുമ ആയതൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് വെറുതെ കളയുന്നുണ്ട്. അങ്ങനെ അതോടുകൂടി നമ്മുടെ